അതിരാവിലെ തന്നെ ആ ഒരു സൂര്യോദയം കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ബീച്ചിൽ ചെന്നിട്ട് നല്ല രീതിയിൽ സൺറൈസൊക്കെ കാണാം, അതൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ് ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ സാധിച്ചത്. ഇച്ചയ്ക്ക് മണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കയാക്കിങ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നോർമലി എല്ലാവരും ബഹറിൽ കയാക്കിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബഹറിൻ ബേയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് കയാക്കിങ് ചെയ്യാൻ വന്നേക്കുന്നത് ഇവിടെ ബഹറിൻ മാംഗ്രൂവിലാണ്. ഇവിടെ 2 സ്ഥലത്താണ് ഇതുള്ളത്, കണ്ടൽക്കാടുകൾ 2 സ്ഥലത്താണുള്ളത്. ഒന്ന് തുബ്ലിയിലുണ്ട്, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ സനദിലുണ്ട്. അപ്പോൾ നമ്മളിപ്പം സനദേരിയിലാണ് വന്നേക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ, ഇവിടെ സനദ് ഫോറസ്റ്റ് എന്നൊക്കെയാണ് ഇത് മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കണ്ടൽക്കാടുകളൊക്കെയാണ്. എന്തായാലും നമ്മളിന്ന് കയാക്കിങ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് 10-13 പേര് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആളെ അടിച്ചു പൊളിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടേക്ക് വരാനുള്ള കാര്യങ്ങളും ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. You've heard it all before, honest but I know. Left these years ago, I was young and I'm old, still can't fill the void. We don't need the past in our lives for tomorrow. ആദ്യമേ ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് അവരവിടെ ഫൈബർ ബോട്ടുകളുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ അവർ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റും എല്ലാം തന്നു. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് അവർ ബോട്ടുകളെല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ കയാക്കിങ്ങിന് ഞങ്ങളെല്ലാം പലയിടത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു മാംഗ്രൂവിനകത്തൂടെ അല്ലെങ്കിൽ ഈ കണ്ടൽക്കാടിനകത്തൂടെ ഒക്കെ പോകുന്നത് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ രാവിലെയും കൂടെ ആകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ നല്ല ഫ്രഷായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ എല്ലാവരെയും അവിടെ ഫൈബർ ബോട്ടിൽ കയറ്റി ഇരുത്തി. അപ്പോൾ നേരെ വെള്ളത്തിൽ പോയിട്ട് ബാക്കി നമുക്ക് അവിടെ കണ്ടുവരും കേട്ടോ. ബാക്കി കാഴ്ചകൾ വെള്ളത്തിൽ. Out in the unknown, story took its toll. Thought I would've grown off the beaten track to become a better man, sinking in the sand. We don't need the past in our lives for tomorrow. Never see the end of the night filled with sorrow. What do we do to love? What do we do to love? What do we do to love when everything's said and done? What do we do to love? What do we do to love? What do we do to love when everything's said and done? What do we do to love? What do we do to love? What do we do to love? What do we do to love when everything's said and done? What do we do to love? നമ്മൾ ആദ്യമേ ഓർത്തിരുന്നത് ഭയങ്കര പാടായിരിക്കും ഇതിനകത്തൂടെ പോകാനെന്നൊക്കെയാണ്. അതായത് വലുതായിട്ട് തുഴയാൻ അറിയാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് തുഴയാവുന്നതേ ഉള്ളൂ. ഇവർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരും എങ്ങനെയാണ്, ഏത് സൈഡിലേക്കാണ് തുഴയേണ്ടത്, ഏത് രീതിയിലാണ് തിരിക്കേണ്ടത്, അങ്ങനെയുള്ള ടിപ്സൊക്കെ ഇവർ പറഞ്ഞു തരും. സോ ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇനി അത് മാത്രമല്ല, നമുക്കിനി ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തുഴയാൻ പേടിയാണെന്നുണ്ടെങ്കിൽ
ഡബിൾ സിറ്റിങ്ങിനുള്ള കയാക്കും അവൈലബിൾ ആണ് കേട്ടോ. അതിനുള്ള ബോട്ട് ഫൈബർ ബോട്ടും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും സിംഗിളായിട്ടാണ് എടുത്തത്. സിംഗിളായിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് പോകേണ്ട രീതിയിൽ പോകാൻ പറ്റും. ഡബിൾ ആകുമ്പോഴും രണ്ടുപേരുടെ ഒരുമിച്ച് തുടങ്ങി അവർ രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പേടിയുള്ളവർക്ക് രണ്ട് രീതിയിലും പോകാം. അതാണ് അവിടെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. നമുക്ക് അവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് വയ്ക്കാം. ഇത് ഓക്കെ അല്ലേ? വണ്ടിയെ പോയാൽ മതിയായിരുന്നു. വണ്ടിക്ക് ഗിയർ മാറ്റാൻ ഇത്ര പാടില്ല. അവിടോ ആണോ? അപ്പോൾ നമ്മൾ കയാക്കിങ് ഏകദേശം പകുതി വരെ കേട്ടോ. നമ്മളെ കണ്ടൽക്കാടിൻ്റെ ഒരു എൻഡ് വരെ വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് യൂ ടേൺ അടിച്ചിട്ട് തിരിച്ച് ഇവിടെ ഒന്ന് ലൈനപ്പ് ചെയ്യാണ്. ലൈനപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. അപ്പോൾ എല്ലാവരോടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് കാണുന്നത്. പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആണ്ട് ചെറിയൊരു ഒഴുക്കുണ്ട് വെള്ളത്തിന്. അപ്പോൾ ഇത് പിടിച്ചു അത് കുഴപ്പമില്ല, ഞാൻ നിൽക്കാം. രാവിലെ ആണ്ട് ചെറിയൊരു ഒഴുക്കുണ്ട് വെള്ളത്തിന്. പിന്നെ ആൾക്കാർ നമുക്കിത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കാരണം അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺടാക്ട് നമ്പർ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കയാക്കിംഗ് ഉണ്ട് അവർക്ക്, അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്, ബൈസൈക്കിളുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവർക്ക്. ഷാമേ ആക്ടിവിറ്റീസ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഇവിടെ പലരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്നാണ് ഇവിടെ മാംഗ്രൂവിൽ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഈ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി അവർ ഓപ്പൺ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് ഒരുപാട് ഇരുട്ടായി പോയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. സോ പിന്നെ വേറൊരു ദിവസം രാവിലെ ഇതുപോലൊരു ഫ്രൈഡേ മോർണിംഗ് ഞങ്ങൾ ബുക്ക് ചെയ്തു. മോർണിംഗ് എല്ലാവരോടും വന്നു ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി രസമാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, നമ്മളിപ്പം ബഹ്റിൻ ബേയിൽ പോയി കയാക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഈ മാംഗ്രൂവിൻ്റെ അകത്തോടെ ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ അകത്തോടെ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴല്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം, ബാക്കി ഫോട്ടോസ് എടുക്കാം, എന്നിട്ട് ബാക്കി കാഴ്ചകൾ കണ്ടു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളങ്ങനെ തുഴഞ്ഞ് ഇതിൻ്റെ ഒരു എൻഡ് വരെ വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടുന്ന് നമ്മൾ വന്ന വഴിയെ തന്നെ അങ്ങോട്ടത്തേക്ക് തിരിച്ചു പോകണ്ട. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഫ്രണ്ടിൽ പോയി. ഞാനിപ്പോൾ ഇവിടെ എന്താണ് എന്താണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് അങ്ങോട്ട് പോകാം. ഒരുപാട് കണ്ടൽക്കാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള അവിടെ തന്നെയാണ്. അതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ജമൈക്ക എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിൻ്റെ 2 ഇരട്ടിയോളം വരും ആ ഇന്തോനേഷ്യയിലുള്ള കണ്ടൽക്കാടുകൾ മാത്രം. അപ്പോൾ അതുപോലെ വിസ്തൃതിയിൽ കിടക്കുന്നതാണ് അവിടെ കണ്ടൽക്കാടുകൾ. അതുകൂടാതെ തന്നെ കണ്ടൽക്കാടിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പുവെള്ളം ഒരുപാട് സഹിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു വൃക്ഷം എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടുകളാണ്. അതേപോലെ തന്നെ ഈ കൊച്ചു മീനുകളൊക്കെ ഉണ്ടല്ലോ, മീനുകൾ മുട്ട വിരിയിക്കുന്നത് ഈ കണ്ടൽക്കാടിൻ്റെ വേരിൻ്റെ ഇടയിലേക്കാണ്.
അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് മത്സ്യം പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ വലിയ മീനൊക്കെ ആ കൊച്ചു മീനെ ഇരയാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടൽക്കാടുകളിൽ അഭയം തരുന്നത്. നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൻ്റെ 1/3 ഭാഗം ആ ഒരു കണ്ടൽക്കാടുകളിൽ ജീവിക്കുന്നവരാണ്, ജീവിച്ച് പുറത്തേക്ക് വന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാംഗ്രോവ്സിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി, അതിൻ്റെ അകത്തുനിന്ന് എല്ലാം ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് വന്ന വഴിയെ ഈ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാവരും ചവിട്ടിരിക്കുകയാണ്. കണ്ടൽക്കാടിൻ്റെ വേരിന് അത്രയ്ക്ക് കട്ടിയായതുകൊണ്ട് തന്നെ അത് ഈ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങളൊക്കെ അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം അവിടെ പിടിച്ചു നിർത്തുന്നു. ആ വേരിനടുത്ത് പിടിച്ചു നിർത്തും, അത് പുറത്തേക്ക് തള്ളത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി ഒരുപാട് മത്സ്യങ്ങൾ ആ ഒരു പ്ലാസ്റ്റിക് ആയാലും മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് അതിൽ നിന്ന് തടയാൻ പറ്റും. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മുടെ ആ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കണ്ടൽക്കാടുകൾ വളർന്നു വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിച്ച് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യകതയാണ് കേട്ടോ. അപ്പുറം ചാടിക്കിടന്നവനാണ് അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചതാ കരയിലേക്ക് എത്തി. അപ്പോൾ വണ്ടി ഇതൊന്നും ഒതുക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കി. ഇവിടെയൊക്കെ കല്ലുണ്ട്. അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് കയക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കയറി. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ വെച്ചു. ഇനിയും നമ്മുടെ ലൈഫ് ജാക്കറ്റ് എല്ലാം ഊരിക്കെടുക്കുക. പരിപാടി അവിടെ തീരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം, എല്ലാവരും ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബഹറിൻ ബേയിൽ പോകുന്നു അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് കയാക്കിങ്ങിന് പോകുന്നു, അതൊരു വേറെ ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അതിന് നല്ലത് ഇവിടെ വന്നിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗ്രോവിൽ ഇങ്ങനെ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തതിന് അന്ന് തന്നെ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് രാത്രി ആയതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ നമ്മൾ അതിനുവേണ്ടി മാത്രം വന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം, ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെന്താ enjoy a lot. Thank you so much. See you next time. Inshallah. So you will conduct every Friday, no? Every Friday. Also, you have a water, juice, anything. Okay. You need. ഇവിടെ വെള്ളം കുടിക്കാൻ വെള്ളം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളല്ലാതെ വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്ത വീഡിയോകളും പുതുമയുള്ള കാഴ്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ഏവർക്കും ഹിച്ചയ്ക്കും അല്ലുണ്ട്. ബൈ ബൈ.